ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഒരു ക്രേവിങ്സ് വന്നേക്കാണ് പൊതിച്ചോറ് കഴിക്കാനായിട്ട്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഈ കാണിക്കണേ. ഇല വെട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വേണം ഉച്ചക്കലത്തെ പൊതിച്ചോറൊന്ന് കഴിക്കാൻ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ക്യാമ്പിനോ അല്ലെങ്കിൽ കോമ്പറ്റീഷനൊക്കെ പോകുമ്പോഴാണ് അമ്മച്ചി ഇങ്ങനെ വാഴലയിൽ പൊതിഞ്ഞ് നമുക്ക് ചോറ് തന്നയക്കണേ. ഞാനിപ്പോൾ എനിക്ക് തോന്നണ ഒരു 10-35 വർഷമോ എത്രയും കണ്ടൊക്കെ ആയെന്ന് തോന്നണ് ഇതൊക്കെ കഴിച്ചിട്ട്. അപ്പം ഇന്നൊരു ഭയങ്കര മോഹം, ഈ യൂട്യൂബ് വീഡിയോസിലൊക്കെ പൊതിച്ചോറ് കണ്ടിട്ടാണോ എന്നറിയില്ല, ഇങ്ങനെ ഭയങ്കര ഒരു ആഗ്രഹം പൊതിച്ചോറ് കഴിക്കാനായിട്ട്. ഫസ്റ്റ് തന്നെ ഞാൻ ഇല വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം എന്തൊക്കെ സാധനങ്ങളാണ് ഇന്ന് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാനായിട്ട്. പൊതിച്ചോറിലേക്ക് വെക്കേണ്ട കറികളൊക്കെയാണ് ഞാൻ റെഡിയാക്കി വെച്ചേക്കണത്. ഒരു കൂർക്ക വെച്ചിട്ടൊരു ഉപ്പേരി വെക്കാം, ഒരു വെണ്ടയ്ക്ക ഒരു തോരനായിട്ട് വെക്കാം, പിന്നെ നമുക്കൊരു ചെമ്മീൻ്റെ ഒരു ചുമപ്പ കളറിലുള്ളൊരു ചമ്മന്തി നാളികേരമൊക്കെ ഇട്ടിട്ടുള്ളത്, പിന്നൊരു മാങ്ങ അച്ചാറ്, കാന്താരിയിൽ വറുത്തൊരു ചാളിയും വെക്കാം. ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കാം കേട്ടോ. കൂർക്ക നന്നാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെമ്മീൻ തലയും വാലും കളഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കനിൽ പുരട്ടാൻ വേണ്ടി മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. മീൻ നമുക്ക് കാന്താരി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത് നീ പുരട്ടണം. പിന്നെ വെണ്ടയ്ക്ക ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചമ്മന്തിക്ക് ആവശ്യമായത് നാളികേരം വെച്ചിട്ടുണ്ട്. മാങ്ങ കുരുകുരുന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മീനിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാനായിട്ടേ കുറച്ച് വെളുത്തുള്ളിയും കാന്താരിയും ഉപ്പും വേപ്പിലയും കുറച്ച് വിനീഗറും കൂട്ടിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ കാന്താരിയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഈ ചാളയിൽ നല്ലോണം പരറ്റാം. കൈ കൊണ്ട് തന്നെ തിരുമ്മി വെച്ചാലാ നന്നായി പിടിക്കുള്ളൂ. മഞ്ഞപ്പൊടി ഒരു നുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. അധികം മഞ്ഞപ്പൊടി ഇടരുത്, കളർ മാറിപ്പോവും. ഇപ്പോൾ പുളിയുണ്ട്, എരിവുണ്ട്, ഉപ്പുണ്ട്, ടേസ്റ്റും ഉണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി തൂവി കൊടുക്കാം. ഇത് റെഡിയായി. ഇനി ഒരു 10 മിനിറ്റ് ഇതോടെ ഇരിക്കട്ടെ. കൂർക്ക നമുക്ക് മഞ്ഞപ്പൊടി ഇടാം, ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം, ഒരു തണ്ട് വേപ്പില ഇടാം. ഇനി ഇത് വേവിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഇടയിൽ നമുക്ക് വെണ്ടയ്ക്ക വാട്ടാം. അതിന് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കാന്താരിയിൽ തന്നെയാണ് ഇട്ട് ഇതും വഴറ്റുന്നത്. പിന്നെ വേപ്പില, കറിവേപ്പിലയും ഇത് വാട്ടിയെടുക്കാം. ചിക്കനിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ഉപ്പും മാത്രം ഇട്ടിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇതും വറുക്കാം. ഇനി ചെമ്മീൻ്റെ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ചെമ്മീൻ്റെ തലയും വാലും കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് വറുത്തെടുക്കണം. പിന്നെ ഇതിലേക്ക് മുളകും ഉള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും പുളിയും പിന്നെ ഉപ്പും ഇട്ടിട്ട് നമുക്ക് ചമ്മന്തി അരയ്ക്കണം. നാളികേരം വേണം കേട്ടോ അതിൽ. ഇത് മാങ്ങാച്ചാറിന് ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിച്ച് നമ്മൾ സാധാരണ ചെയ്യില്ലേ വറവിടാൻ, മുളകൊക്കെ ആ സമയത്ത് ചെയ്യാം. നമുക്ക് വെണ്ടയ്ക്ക വാട്ടാനുള്ളതാണ് കേട്ടോ. വെണ്ടയ്ക്ക വാട്ടാനായിട്ട് കടുക് പൊട്ടിക്കാം. ഉള്ളി, പച്ചമുളക്, കാന്താരി തന്നെയാണ് ഇതും. ഇത് പൊളിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഇടാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടാം. ഇത് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയാണ്, നാളികേരം ഒന്നും ഇടാത്തത്. വാടി കഴിയുമ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചേക്കണത്.
ഇനി ഇതിവിടെ കിടന്ന് വേവട്ടെ. നമ്മുടെ ചെമ്മീൻ വറുത്ത് വെച്ചതും ഉള്ളിയും മുളകും ഒക്കെ വറുത്ത് വെച്ചേക്കണത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇടാണ്. നാളികേരം ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് പുളിയുമിട്ട് അരയ്ക്കാം. കൂർക്കുപ്പേരി നമ്മന്ന് വെളുത്തുള്ളി മാത്രം ഇട്ടിട്ടാണ് കൊളുത്തണേ. അപ്പോൾ വെളുത്തുള്ളിയും ഉണക്കമുളകും നമുക്ക് ചതച്ചെടുക്കാം. കുറച്ച് തൊലിയോടും കുറച്ച് തൊലി കളയാണ്ടും വെച്ചിട്ട് ചതയ്ക്കാം. സൈഡിൽ കൂടെ നമുക്ക് ചിക്കനും വറുക്കാം. 2-3 അല്ലി ചതച്ച വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് മസാല പരത്തി റെഡിയാക്കി വെച്ചേക്കണം. ചിക്കൻ അതിലിട്ട് വറുക്കാം. കൂർക്കുപ്പേരിയാണ്. വെളുത്തുള്ളിയും മുളകൊക്കെ ചതച്ചതും വേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായി മൊരിഞ്ഞ് കഴിയുമ്പോൾ ഒലക്കാം. വെള്ളം വച്ചേക്കാം. മാങ്ങച്ചാറ് നല്ലെണ്ണയിൽ കടുക് പൊട്ടിക്കണേ. കടുക് പൊട്ടിച്ച് മതി. ഉലുവ, ഉണക്കമുളക്, വേപ്പില, കുഴപ്പമില്ല, എണ്ണയാവണതാണ്. മുളകും മഞ്ഞളും, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കായപ്പൊടി, എല്ലാം കൂടി മാങ്ങയിലേക്ക് ഇടാം. പപ്പടം കീറിയിട്ട് വറക്കണതാണ്. എന്നിട്ട് മുളകൊക്കെ ഇട്ട് മുളക് പപ്പടം ആക്കാം നമുക്ക്. മുളക് പപ്പടം ആക്കണ്ടേ? ഉള്ളി മൂപ്പിച്ച് വേപ്പിലിട്ട് ഉണക്കമുളക് ഇട്ട് പപ്പടം മിക്സ് ചെയ്യാം. മുളക് ചതച്ചത്, വാട്, ഇവിടെ ഞങ്ങൾ 5-6 പേരുണ്ട്. 5-6 പേർക്ക് ഓരോ ഇല മുറിച്ച് വാട്ടി അത് പൊതിച്ചോറാക്കണ സമയം ഒരുപാട് വേണം. ഇപ്പൊ തന്നെ സമയം ഒരുപാടായി. അപ്പൊ ഒരു ഐഡിയ വന്നു. അതായത് വലിയൊരു ഇലയിൽ വലിയൊരു പൊതിച്ചോറ്, അതിനുവേണ്ടി വലിയൊരു ഇല വാട്ടി വെച്ചിട്ടുണ്ട്. ഇനി സാധനങ്ങളൊക്കെ വെക്കാം. ഇല വാട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം.
ഇല അങ്ങനെ പൊട്ടിപ്പോരുതല്ലോ. ആറ് പേർക്കുള്ള ചോറും ഇതിൽ തന്നെ കിടക്കട്ടെ. എന്താ ഹാപ്പി നാഗുണ്ടോ? മീൻ കാന്താരി ഫ്രൈ. ചിക്കൻ ഫ്രൈ, അച്ചാർ, കൂർക്കുപ്പേരി, വെണ്ടയ്ക്ക, ചമ്മന്തി. ഓക്കെ, പപ്പടമായി പൊതിയാ നിക്കണം. പൊതിഞ്ഞിട്ടില്ല. അല്ല അപ്പച്ചൻ പൊതിയണ രീതിയിലാണ് പൊതിയ. അപ്പച്ചൻ തന്നെ പൊതിയ. അങ്ങനെ നമ്മുടെ ലാർജസ്റ്റ് പൊതിച്ചോറ്, ഇന്ന് വരെയും കാണാത്ത വലിപ്പത്തിലൊരു പൊതിച്ചോറ്, 6 പേർക്കുള്ള പൊതിച്ചോറാണ് ഇവിടെ റെഡി ആയിക്കണം. ഇതൊരു ഇത്തിരി നേരം ഇവിടെ ഇരിക്കട്ടെ, ഒരു 10-20 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. അതിൻ്റെ ഇലയുടെ മണമൊക്കെ അതിലേക്ക് പിടിച്ച് സെറ്റായി കഴിയുമ്പോൾ കഴിക്കാം. ഇനി 20 മിനിറ്റ് എങ്ങനെ വെയിറ്റ് ചെയ്യല്ലേ, വിശന്നിട്ടും പാടില്ല. എന്തായാലും വെയിറ്റ് ചെയ്തല്ലേ പറ്റുമോ, വെയിറ്റ് ചെയ്യാം. സമയം നോക്കട്ടാ. അതെ, നോക്കാം നമുക്ക്. ശരിക്കും പറഞ്ഞ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താന്ന് നമ്മ കണ്ടു, എന്നാലും ഇതെങ്ങനെ ഇരിക്കുന്ന അറിയണം, ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയണം. അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് തുറക്കാൻ പോവാണ് കേട്ടാ. കണ്ടടേ, വന്നില്ലേ? കഴിച്ചോ എല്ലാരും? ചിക്കനാണല്ലോ എല്ലാരും തിന്നണേ, ഞാനും തൊട്ട് തിന്നണേ. മീൻ കഴിക്കുള്ളൂ. ഓരോരുത്തരും ഇഷ്ടമുള്ള ഭാഗം എടുക്കണം കേട്ടാ. ഞാൻ കൂർക്കെടുക്കണം. മുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ? അടിപൊളി, നന്നായിട്ടുണ്ട്. ഒരുപാട് കാലം എത്തി തിന്നണ എന്റെ ഒരു രുചിയുണ്ട് അല്ലേ? അതന്നെ, ഓരോന്ന് പൊതിയുണ്ടാവും. ഈ മീൻ വറുത്തതും ഈ ചമ്മന്തിയും എൻ്റെ അമ്മോ അച്ചാറും ഒട്ട എല്ലാം കൂടി കൂട്ടുമ്പോ വായന്ന് വെള്ളം വന്നിട്ട് പാടില്ല. അയാൾ കപ്പലോടാണ് എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. വീഡിയോക്ക് ലൈക്ക് ഒന്ന് ചെയ്യണേ, ഷെയറും കമന്റും ഒക്കെ ഒന്ന് വിടണേ. താങ്ക് യു. ഞങ്ങളുടെ പൊതിച്ചോറ് എല്ലാരും കൂടി കഴിച്ച് മന്തി കഴിക്കണ മാതിരിയാണ് എല്ലാരും കൂടി കഴിച്ചേക്കണേ. കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ഇലയുടെ അവസ്ഥയാണ് കാണിച്ചു തരാൻ പോണേ.
ഫുള്ള് കാലിയായി. ഫുള്ള് പൊതിച്ചോറിന്റെ അഡ്വാൻറ്റേജ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും ഇതായിട്ട് തോന്നുന്നത് പാത്രം കഴുകണ്ടല്ലോ. പാത്രം കഴുകണ്ട, ഒറ്റയടിക്ക് തിന്നു കഴിഞ്ഞു. ഇതെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം എന്നാ ഞാൻ പറയാം.